സ്വന്തം ആസിഫ് അലി. യെസ്, ഹലോ. അതാ ഈ എനർജി വേണോ എനിക്ക് കുറച്ചുകൂടെ. ഒരു വലിയ കൈയടി പ്ലീസ്. ഇതാണ് മൈജി എപ്പിക് ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. യെസ്, മുഹമ്മദ് ഷിയാസിക്ക ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് ഷിയാസിക്ക ഇപ്പോൾ മൈജിയുടെ എപ്പിക് ഷോറൂമിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഷിയാസിക്ക, ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഞാനൊരു കൊച്ചിക്കാരനല്ല എങ്കിലും കൊച്ചിയിൽ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം മൈജിയുടെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഷോറൂം എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മൈജി എപ്പിക്. ഇന്ന് നമ്മള് കൊച്ചിക്കാർ ഫോൺ മേടിക്കാൻ പോകുമ്പോൾ വരുന്നത് ഈ സ്ട്രീറ്റിലാണ് അല്ലേ. ഇതിലെ നടന്ന് ഇവിടുത്തെ ഓരോ സ്റ്റോറിലും കയറിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പണ്ട് ഫോൺ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഒരുപാട് ഷോറൂംസിൽ കയറണ്ട, ഒരുപാട് ഷോപ്സിൽ കയറണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ വരാം, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ഡിസ്കൗണ്ടോട് കൂടി മൈജി നിങ്ങൾക്ക് അത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരെയും നമ്മൾ കൊച്ചിയിലേക്ക് വെൽക്കം ചെയ്ത് കഴിഞ്ഞു. മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ ഉടനെ ഒരു സിനിമ എനിക്ക് ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെ പ്രസൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടുപേരും ഇപ്പൊ ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഞ്ജു ചേച്ചി ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് പടത്തിൽ നിൽക്കുന്ന പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒരു ലൈനിലാണ് നിൽക്കണമെങ്കിൽ, ജോണി ഡെപ്പിന്റെ സ്റ്റൈലിലാണ് ഇപ്പൊ ആസി നിൽക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിനു മുമ്പുള്ള ആസിയുടെ വീഡിയോ ഒക്കെ ഈ സമയത്ത് കണ്ടിട്ടുള്ള വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴൊക്കെയോ ഒരു ജോണി ഡെപ്പ് അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമ വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം. ആസി, ഒപ്പം തന്നെ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമ നമ്മൾ എല്ലാവരും അങ്ങേയറ്റം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ആസിയുടെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. രണ്ട് വാക്കതിനെ കൂടി. മധു, ടിക്കറ്റൊക്കെ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ജിസ്ജോയ് ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമിന് ആണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലുക്കാണിത്. എക്സ്ക്ലൂസീവ് ആയിട്ട് മൈജിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ലുക്കാണ്. എന്തായാലും ഓൺലൈൻ മീഡിയ മുഴുവനുണ്ട്. ഇന്ന് ഈ ലുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് തരണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലുക്കൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ളത് മൈജിയുടെ പല പല ഇനാഗുറേഷൻസിലാണ്. ലാലേട്ടൻ എടപ്പള്ളി ഷോറൂമിലേക്ക് ലാലേട്ടൻ വന്ന സമയത്താണ് ലാലേട്ടന്റെ കുറെ കാലത്തിന് ശേഷം നമ്മൾ മീശയില്ലാതെ കണ്ടത് ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ശരിക്കും ഈ മീശ വെച്ച് എന്നെ കണ്ടു. എനിക്ക് തോന്നുന്നേ ആ ഓൺലൈൻ മീഡിയ എല്ലാവരും ഉണ്ടല്ലോ, അവർ നോക്കിയിട്ട് ഒന്ന് മീശ പിരിച്ചാൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. കാരണം ആസിഫ് അലി മീശ പിരിക്കുന്ന കാഴ്ച. ശരി, നമ്മളുടെ സ്വന്തം ഷിയാസിക്ക, നമുക്കറിയാം കൊച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് ഷിയാസിക്ക. എനിക്കൊക്കെ നമ്മൾക്കൊക്കെ ഗുരുതുല്യനായിട്ടുള്ള